ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈഗാസ് കിച്ചൺ. ഇന്ന് നമ്മൾ പുതിയൊരു വ്ളോഗാട്ടോ ചെയ്യാൻ പോന്നെ. ഒന്ന് ഔട്ട്ഡോറിന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നമ്മള് തോട്ടിലേക്ക് വന്നിട്ട് മീൻ പിടിക്കാൻ പോകുന്നേ. മീൻ കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ കുറേ സമയം ഞാനിങ്ങനെ ഇരുന്നു കേട്ടോ. 1 മണിക്കൂർ എല്ലാവർക്കും കിട്ടി മീൻ, പക്ഷെ എനിക്ക് മാത്രം കിട്ടിയില്ല. പിന്നെ മനസ്സിലായത് ഇങ്ങനെ അനക്കിക്കൊണ്ടിരുന്ന മീൻ കിട്ടൂല. പിന്നെ എനിക്കും കിട്ടി കേട്ടോ. ഒരു കുഞ്ഞു മീനാണ് കിട്ടിയത്. ചെറിയ മീനാണ്, ചെറിയ മീനാണ് ഇട്ടത്. പക്ഷേ ഇതിന്റെ പേരറിയില്ല, എന്താണെന്ന് പേരറിയില്ല. പക്ഷെ എല്ലാവർക്കും ഈ ഒരു മീൻ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായത്. നല്ല മുള്ളുണ്ട് കേട്ടോ, നല്ല മുള്ളുണ്ട്. നമുക്ക് നോക്കാം ഇത്. അതിന് മെല്ലെ അതിൻ്റെ പൂക്കെടുത്ത് കളയാം. കുട്ട നോക്കണേ, കൈ നോക്കണേ, നല്ല മുള്ളുണ്ട് ഇതിന്. കണ്ടോ? സിദ്ധുട്ട മോനെ നോക്കണേ, ഓടുമ്പോ നോക്കണേ, താഴേക്ക് വീണോ. നന്ദ ഷീക്കുട്ടി ഒന്ന് ഹായ് പറഞ്ഞേ. ഇതെന്റെ വീട്ടിന്റെ, അതായത് അടുത്തില്ല. താഴേക്ക് ഇറങ്ങിയാൽ കുറേ വയലുണ്ട് കേട്ടോ. അതേപോലെ കുറേ വയലുണ്ട്. അപ്പം ചെറുതിൽ ഞങ്ങൾ ഇതേപോലെ വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോഴേ സ്കൂളൊക്കെ അടച്ച സമയത്ത് ഇതുപോലെ കളിക്കാനൊക്കെ വരും. പക്ഷേങ്കിൽ ഞാനും കാവ്യയും നികേഷൊക്കെ കൂടെ വരിക. പക്ഷേങ്കിൽ നമ്മൾ ആരും കളിക്കാൻ അടുത്തേക്ക് കൂട്ടുമല്ലോ. കാരണം എന്ന് വെച്ചാൽ അവർ വലിയ ഏട്ടന്മാരൊക്കെ കളിക്കുന്നതാണ്. അപ്പോൾ അവർ ഇവിടെയിലെ കട്ടയില്ലേ, നമ്മളെ കണ്ടത്തിലുണ്ടാവുന്ന, അതായത് വയലിലുണ്ടാവുന്ന കട്ടയിലും പിടിച്ച് എറിയലാണ്. പക്ഷെ നമ്മളെ കളിക്കാനൊന്നും കൂട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് വരും. പക്ഷെ ഈ വെള്ളമുള്ള സമയത്തൊന്നും തീരെ വീട്ടിൽ നിന്ന് അമ്മ വിടൂല, ആരും വിടൂല കേട്ടോ. കാരണം വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ടാവും. ഇപ്പോൾ പക്ഷെ അത്ര വെള്ളമൊന്നുമില്ല. മീൻ പിടിച്ച് ലാസ്റ്റ് മരത്തിൻ്റെ മുകളിലേക്ക് പോയി കേട്ടോ. ചൂണ്ട നമ്മൾ മുകളിലേക്ക് പോയി. അപ്പോൾ കുട്ടനെ എടുക്കുന്നുണ്ട്. നോക്കണേ കുട്ട, ശ്രദ്ധിക്കണേ, നോക്കണം. ഓക്കെ, നേരെ ബാക്കിലോട്ട് പോയാൽ അതിൻ്റെ മരത്തിൻ്റെ മുകളിലായിപ്പോയി. അപ്പോൾ ഒന്ന് കുടുങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ അവൻ ചൂണ്ടേന്ന് എടുക്കുന്ന തിരക്കിലാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ, അത് മൃഗത്തിൻ്റെ നായി പോലെ. പക്ഷെ ഇങ്ങനൊന്ന് കാഴ്ച നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ആദ്യമായിട്ടുള്ളൊരു കാഴ്ചയല്ലേ. ഓക്കെ, നമുക്കങ്ങനെ ബാക്കിയുള്ള മീനുകളൊക്കെ വലുതായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ മീനിൻ്റെ പേര് ശരിക്കും അറിയില്ല. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഇതിൻ്റെ മീനിൻ്റെ പേരൊന്ന് പറഞ്ഞു തരണേ. നോക്കണേ മക്കളെ, കൈ നല്ല കൈ മുട്ട മുറിയേ. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ സമയം നിൽക്കേണ്ടി വന്നു. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ അനക്കാണ്ട് ഇങ്ങനെ വെക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറച്ച് സമയം നിന്നേരം നമുക്ക് കയ്യിലെല്ലാവർക്കും കിട്ടിയത്. അതാ രാഹുലിനും കിട്ടി. അപ്പോൾ എല്ലാവരും കുറച്ചായിട്ട് കിട്ടിയിരുന്നു. പക്ഷെ എല്ലാം ചെറുതായി പോയി, മീനെല്ലാം ചെറുതായിരുന്നു. കണ്ടോ, കയ്യിലെ മുട്ടുമ്പോൾ തന്നെ മുറിഞ്ഞു പോവും. പക്ഷെ നമുക്ക് ഞാനും ഒരു വീഡിയോ എടുക്കണം വിചാരിച്ചില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് വലിയ സൈസിലെ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇപ്പം നമുക്ക് വാങ്ങേണ്ടി വരും. നമ്മൾ പിടിച്ച മീൻ ചെറിയ മീനായിരുന്നേ. അപ്പം ഞാൻ അപ്പുറത്തുനിന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വലുത് കിട്ടിയിട്ടുണ്ട് നമുക്ക് കരിമീൻ. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ, ആദ്യം
ഇതിലൊന്ന് ക്ലീൻ ചെയ്ത് നല്ലോണം കഴുകി വൃത്തിയാക്കണേ. കുറച്ച് പാടാന്ന് ഈ കരിമീൻ വൃത്തിയാക്കാൻ. അപ്പോൾ ഫുള്ള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം വരഞ്ഞു കൊടുക്കാം. ഇപ്പം ഞാനിപ്പം സിമ്പിളായിട്ടുള്ള മസാല കേട്ടോ, നമ്മൾ പൊള്ളിക്കൊന്നുമല്ല ചെയ്യുന്നത്, ഒന്ന് ഫ്രൈ വാഴയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കുകയോ ചെയ്യുന്നത്. കത്തിക്കൊന്നും തീരെ മുറിച്ചുമില്ല, മുറിയുന്നില്ല. മോനോട് പറയായിരുന്നു ഒരു കത്തി എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. തീരെ പറ്റില്ല, കാരണം ഇത് എടുത്ത് വരുമ്പോഴേക്കും നമ്മളെ ലൈറ്റെല്ലാം പോകും. അപ്പോൾ അത് പെട്ടെന്ന് ആക്കിയിട്ടില്ലെങ്കിൽ പോകും. അപ്പോൾ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. ക്ലീൻ ചെയ്ത് വെച്ച് മസാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഹാഫ് ലെമൺ ജ്യൂസ്. കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അളവ് കൂട്ടിയിട്ട് കുറച്ചധികം എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ സൈഡിലേക്ക് തന്നെ എല്ലാ മസാലയും കൂട്ടി മിക്സ് ചെയ്യുമെന്ന്. മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യുമെന്ന്. നമുക്ക് ഓയിലിൽ മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മിക്സ് ചെയ്താലും മതി. ഓയിലാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം അങ്ങ് അരിഞ്ഞ് പേസ്റ്റ് ആവേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ അതായത് ടേസ്റ്റ്. അതുപോലെ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് പൊള്ളിച്ചെടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ മസാലയിലാക്കുമ്പോഴേക്കും ഒരുപാട് ടൈം ആവുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യുന്നത്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഓയിലാട്ടോ, ആ ഓയിൽ കുറച്ച് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുമെന്ന്. ഓയിൽ ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട്, ഓയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. ഓയിൽ ഇല്ലെങ്കിൽ വരും, നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ മീൻ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല, കുറച്ച് ടേസ്റ്റ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ഈ മീനിലേക്ക് എല്ലാ സൈഡിലും ഉള്ളിലേക്കും എല്ലാ സൈഡിലും നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂറെങ്കിലും ഇത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് അടുപ്പെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. അതിനെ കുട്ടികൾ വിറകൊക്കെ എടുക്കാൻ പോകുന്നു. അപ്പം നമുക്ക് ആദ്യം കല്ലൊക്കെ വെച്ച് ഓലയും വിറകൊക്കെ വെച്ചിട്ടൊന്ന് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റായതുകൊണ്ട് തന്നെ നല്ലോണം പാളുന്നുണ്ട്. പുറത്തേക്കൊക്കെ തീ പോകുന്നു. മസാല ഞാനെങ്ങനെ മസാല അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ മസാല ഇതാ ഇതേപോലെ നമ്മൾ വാഴയില ഒന്ന് വാട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത് ചൂടായി വരുമ്പോൾ തന്നെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ആ സമയം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ആ വാഴയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാകുമ്പോൾ അതിലേക്ക് മീൻ, നമ്മളെ മസാല പുരട്ടി വെച്ച് മീൻ ഇതിലേക്ക് വെക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടി, അതായത് വെളിച്ചെണ്ണയും കൂടി കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് നല്ല മടക്കിയെടുക്കാം കേട്ടോ, കാരണം മടക്കി കെട്ടിയെടുക്കുക. വാഴയിൽ ചുറ്റിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ അത് ഇളകിപ്പോവും. അപ്പോൾ വാഴനാര കൊണ്ട് തന്നെ കെട്ടിയിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ ഓരോന്ന് റെഡിയാക്കി എടുക്കുക. ഇതേപോലെ ഞാൻ ഓരോന്ന് റെഡിയാക്കി എടുക്കുമെന്ന്. കണ്ട ഇതേപോലെ എണ്ണ എടുത്തു. അപ്പോൾ കല്ല് നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേപോലെ എണ്ണ ഒഴിച്ചിട്ടാകുമ്പോൾ നമ്മൾ ഇതേപോലെ സെറ്റാക്കി വെച്ച് മീൻ ഓരോന്ന് ഇതേപോലെ വെച്ചിട്ട് നല്ല ചുട്ടെടുക്കുക. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റിങ്ങനെ വന്നുകൊണ്ട് നമ്മൾ സൈഡിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നു. ഇതേപോലെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ തീ കുറച്ചൊന്ന് കുറച്ചു കേട്ടോ, കാരണം നല്ലോണം ഒരുപാട് അങ്ങ് തീ കത്തുമ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ചെയ്യുമെന്ന്.
നല്ല കല്ല് ചൂടായതുകൊണ്ട് തന്നെ ഈ ചൂടിൽ തന്നെ ഈ മീൻ ഉള്ളൊക്കെ നല്ലോണം മുരിഞ്ഞ് വന്നോളും. ഇതെല്ലാം ഒന്ന് രണ്ടും അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ടെടുക്കുക. എല്ലാ സൈഡൊന്ന് തിരിച്ചിട്ടൊന്ന്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ, റെഡിയായി. ഞാൻ എല്ലാം ഒന്ന് എടുത്ത് വെക്കുമെന്ന്, വാഴയിൽ തന്നെ ഇട്ട് വെക്കുക. ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കേട്ടോ, കാരണം ഇത്രയും ഈ വാഴയിൽ ഇങ്ങനെ കരിഞ്ഞ് വരണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കതൊന്ന് മെല്ലെ പൊളിക്കാം. നല്ല ചൂടുണ്ട്, കൈ പൊള്ളുന്നു. നല്ല ഇളക്കിയെടുക്കുക. ഇങ്ങനെയാക്കുമ്പോൾ നമ്മൾ ആ ഒരു മീനിൽ ആ ഒരു കുറച്ച് ജ്യൂസി ആയിട്ട് തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ നല്ല ഉണങ്ങിയ പോലെ ഉണ്ടാവും ഫ്രൈ ആക്കുമ്പം. ഈ വാഴയിൽ കിട്ടുമ്പോൾ ആ നമ്മളെ മീനിലത്തെ ആ ഒരു ജ്യൂസി എഫക്റ്റ് ഇങ്ങനെ ചെയ്യുമ്പം കിട്ടും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് ചെറിയൊരു പീസ് എടുക്കാം. കൈ വല്ലാണ്ട് പൊള്ളുന്നു, നല്ല ചൂടുണ്ട്. ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. കഴിച്ചിട്ട് പറയണേ എങ്ങനെയുണ്ട്. തിരിച്ചുകൊണ്ട് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, ഇഷ്ടമായില്ല? ഇന്ന് നമ്മളെ ക്യാമറമാൻ ഭാഗ്യക്കുട്ടി ഉണ്ടായിട്ടില്ല, അപ്പോൾ വരുണ കേട്ടോ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വരുണ ഇതിലില്ല, വീഡിയോയിലൊന്നും ഇല്ല വരുണ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ പറ. Bye.